അനുഗ്രഹിക്കപ്പെട്ട ഈ നല്ല സൺഡേ സർവീസിനായി സ്തോത്രം ചെയ്യുന്നു. കടന്നു വന്ന എല്ലാവരെയും ക്രിസ്തുയേശുവിൽ വന്ദനം ചൊല്ലുന്നു. അപ്പോൾ തന്നെ നിങ്ങളെല്ലാവരെയും ഈ മീറ്റിങ്ങിലേക്ക് സ്വാഗതം ചെയ്യുന്നു. ഓൺലൈനിൽ ഞങ്ങളെ കണ്ടുകൊണ്ടിരിക്കുന്നവരെയും ക്രിസ്തുയേശുവിലുള്ള സ്നേഹവന്ദനത്തെയും സ്വാഗതത്തെയും ഞങ്ങൾ അറിയിക്കുകയാണ്. ദൈവം നിങ്ങളെ ധാരാളമായി അനുഗ്രഹിക്കട്ടെ. ആമേൻ. സ്തോത്രം. ഇന്നത്തെ പകലിലും നമ്മൾ കർത്താവിൻ്റെ സന്നിധിയിൽ കടന്നു വരുമ്പോൾ കർത്താവിൻ്റെ വലിയ ഇടപെടൽ നമ്മളോട് ഇന്നുണ്ടാകാൻ വേണ്ടി നമ്മൾ പ്രാർത്ഥിക്കണം. ആമേൻ. ദൈവത്തിൻ്റെ ഇടപെടൽ നമ്മളോടുണ്ടാകണം. വാസ്തവമായിട്ടും ദൈവത്തിൻ്റെ ഇടപെടൽ നമ്മളോടൊപ്പം ഉണ്ടാകണം. ആമേൻ. അതിനുവേണ്ടി നിങ്ങളെല്ലാവരും ആയിരിക്കുന്ന ഇടങ്ങളിൽ പ്രാർത്ഥനയോടെ ആയിരിക്കണം. വളരെ നിങ്ങൾ പ്രാർത്ഥനയോടെ ആയിരിക്കണം. അടുത്ത നിമിഷങ്ങളിൽ സ്വർഗം വാസ്തവമായിട്ട് നമ്മളെ സന്ദർശിക്കണം. ആമേൻ. ദൈവത്തിൻ്റെ ദൂതന്മാർ നമ്മളെ സന്ദർശിക്കണം. ദൈവത്തിൻ്റെ സാന്നിധ്യം നമ്മളെ തൊടണം. ആമേൻ. ദൈവത്തിൻ്റെ ശക്തി നമ്മളിൽ വ്യാപരിക്കണം. ആമേൻ. അതിനുവേണ്ടി വാസ്തവമായി നിങ്ങൾ പ്രാർത്ഥനയോടെ ആയിരിക്കുക. ഇന്ന് നമ്മൾ പരിശുദ്ധാത്മാവിൻ്റെ ഹിതപ്രകാരം നിയോഗപ്രകാരം നമ്മൾ മൂവ് ചെയ്യുന്ന അതേ വിഷയത്തിലേക്ക് നമ്മൾ പോവുകയാണ്. കർത്താവ് എപ്പോഴും സഞ്ചരിച്ചത്, ഈ ഭൂമിയിലായിരുന്നപ്പോൾ കർത്താവ് സഞ്ചരിച്ചത് സ്വർഗത്തിൻ്റെ ഇഷ്ടം ഭൂമിയിൽ നിറവേറുക എന്ന ഒരു നിയോഗത്തോടെയാണ്. ആമേൻ. ആമേൻ. സ്വർഗത്തിൽ എന്തെങ്കിലും വെളിപ്പെടുത്തുന്നുണ്ടെങ്കിൽ ആ വെളിപ്പെടുത്തലുകൾ ഈ ഭൂമിയിലും ചെയ്തെടുക്കുക എന്ന ഒരു പദ്ധതിയോടെയാണ് യേശു എപ്പോഴും സഞ്ചരിച്ചത്. ആമേൻ. ഹല്ലേലൂയ. സ്വർഗത്തിലെ സമയത്തിനനുസരിച്ചാണ് യേശു എപ്പോഴും. ആമേൻ. കാനാവിലെ കല്യാണ ഭവനത്തിൽ ചെല്ലുമ്പോൾ നിങ്ങൾക്ക് കാണാൻ കഴിയുന്ന ഒരു കാര്യം, അവിടെ വീഞ്ഞ് തീർന്നു. ആ സമയത്ത് മറിയ വന്ന് യേശുവിനോട് പറയുന്ന ഒരു കാര്യമുണ്ട്, മകനെ, ഇവിടെ വീഞ്ഞ് തീർന്നു. അപ്പോ ഇവിടെ കാണുന്നത് യേശു സ്ത്രീയെ നിനക്കും എനിക്കും തമ്മിൽ എന്തെന്ന് ചോദിച്ചിട്ട് അടുത്ത വചനം ഇതാ പറയുന്നത്, എൻ്റെ നാഴിക എന്ന് പറഞ്ഞ ദൈവപുത്രനാകുന്ന എൻ്റെ സ്വർഗത്തിലെ നാഴിക ഇതുവരെ. അമ്മേ പറഞ്ഞാട്ടെ. ഭൂമിയിൽ എന്തായി? എല്ലാം തീർന്നു, എല്ലാം അവസാനിച്ചു. പ്രശ്നങ്ങളുടെ നടുവിലാണ് നിൽക്കുന്നത്. പക്ഷെ അപ്പോഴും യേശു കർത്താവ് പറയും, എൻ്റെ നാഴിക. ഒറ്റ കാര്യം പറയാം, എല്ലാം അവസാനിച്ചിടത്താണ് എൻ്റെ കർത്താവ് പ്രവർത്തിച്ചു തുടങ്ങുന്നത്. ആമേൻ. എന്തെങ്കിലും സാധ്യത ഉണ്ടായിട്ട് ആ സാധ്യതയ്ക്കകത്ത് പ്രവർത്തിക്കുന്നവനല്ല എൻ്റെ കർത്താവ്. ഞാൻ ആത്മാവിൽ പ്രവചിക്കുകയാണ്, എല്ലാ സാധ്യതകളും തീർന്നെന്ന് പറഞ്ഞെടുത്ത്, എല്ലാ മാനുഷിക കരങ്ങളും തീർന്നെന്ന് പറഞ്ഞെടുത്ത്, അവസാനിച്ചെന്ന് പറഞ്ഞെടുത്ത് എൻ്റെ കർത്താവ് പ്രവർത്തിക്കുവാൻ തുടങ്ങും. ആമേൻ. ഹല്ലേലൂയ. ഹല്ലേലൂയ. എന്തെങ്കിലും സാധ്യത കണ്ടിട്ട്, എന്നാൽ ഇങ്ങനെ ഒരു സാധ്യത ഉണ്ടല്ലോ, ഇങ്ങനെ ഒന്ന് ഞാൻ പ്രവർത്തിക്കാം എന്നല്ല യേശു കർത്താവ് ചെയ്യുന്നത്. എൻ്റെ കർത്താവിന് ഭൂമിയെ നിർത്താൻ ഒന്നും വേണ്ട. അതിന് രൂപമില്ലെങ്കിലും ഭംഗിയില്ലെങ്കിലും അത് ശൂന്യമാണെങ്കിലും അതിനകത്തൊന്നുമില്ലെങ്കിലും അതിനകത്ത് എന്തെങ്കിലും സാധ്യതയൊന്നും വേണ്ട എൻ്റെ കർത്താവിന് എന്തെങ്കിലും ചെയ്യാൻ. അത് ശൂന്യമാണെങ്കിലും പാഴാണെങ്കിലും തകർക്കപ്പെട്ടതാണെങ്കിലും ഒറ്റ വാക്കിനകത്ത്. ഹല്ലേലൂയ. ഹല്ലേലൂയ. ഞാൻ ഓൺലൈനിൽ കാണുന്നവരോട് ഞാൻ പറയാം, നിങ്ങളുടെ എല്ലാ സാധ്യതകളും അസ്തമിച്ചു പറയുന്ന ആരെങ്കിലും ഒക്കെ കേൾക്കുന്നുണ്ടെങ്കിൽ അവിടെ നിങ്ങൾ യേശുവിനെ വിളിച്ചു തുടങ്ങണം. ആമേൻ. ആരും ആത്മഹത്യക്കൊന്നും പോകരുത്. നിന്റെ സാധ്യത അസ്തമിച്ചെന്ന് പറഞ്ഞിടത്ത് നീ ഒറ്റ ഒരു വിളി വിളിച്ചാൽ മതി, യേശുവേ എന്നൊന്ന് വിളിച്ചാൽ മതി. ആമേൻ. അവിടെ നിന്റെ ലൈഫിനകത്ത് അസാധ്യമെന്ന് പറഞ്ഞെടുത്ത് ദൈവത്തിന്റെ സാധ്യതകൾ വെളിപ്പെടും.
ആമേൻ. ഇത് പറഞ്ഞുകൊണ്ടിരിക്കുമ്പോൾ എനിക്കറിയത്തില്ല, പ്രൊഫറ്റിക്കലായിട്ട് പരിശുദ്ധാത്മാവ് ചിലരുടെ ലൈഫിനകത്ത് എല്ലാ അസാധ്യതകളെ മാറ്റിക്കൊണ്ടിരിക്കുകയാണ്. സാധ്യതകളെല്ലാം തീർന്നെന്ന് പറഞ്ഞ്, അവസാനിച്ചെന്ന് പറഞ്ഞ്, ഇനി ഒന്നും ഇല്ല എന്ന് പറഞ്ഞിരിക്കുന്ന ചിലരുടെ ലൈഫിനകത്ത് യേശുവേ എന്നൊന്ന് നീ വിളിക്കുമ്പോൾ എല്ലാം തീർന്നു, എല്ലാം അവസാനിച്ചു, എല്ലാവരും കൈവിട്ടു, എല്ലാവരും ഉപേക്ഷിച്ചു, ഇനി യാതൊന്നും ഇല്ലെന്ന് പറയുന്ന ചിലരോട് ആത്മാവ് പ്രവചിക്കുകയാണ്. ഹല്ലേലൂയ, ആമേൻ. വീഞ്ഞു തീർന്നു, ഭവനക്കാരത് അറിഞ്ഞു, ഇനി എന്തു ചെയ്യുമെന്നവർ ചിന്തിച്ചു കൊണ്ടിരിക്കുക. അതിന്റെ നടുവിലാണ് യേശു പറയുന്നത്, തീരട്ടെ, അവസാനിക്കട്ടെ, അതിനകത്തെ ഏറ്റവും അടിഭാഗത്തുള്ള എല്ലാം തീരട്ടെ. ആമേൻ, ആമേൻ. ഒരംശം പോലും എനിക്ക് വേണ്ട. ആമേൻ. എനിക്കൊരംശം പോലും അവിടെ ഉണ്ടാകരുത്. കാരണം നാളെ പറയരുത് അവിടെ കുറച്ച് വീഞ്ഞു കിടന്നത് കൊണ്ടാണ്. മനുഷ്യൻ അങ്ങനെയല്ലേ, ദൈവത്തിന് കൊടുക്കേണ്ട മഹത്വം കൊടുക്കാതെ പകരം അത് എൻ്റെ കഴിവ് കൊണ്ടാണ്, എൻ്റെ ബലം കൊണ്ടാണ്, എൻ്റെ ശക്തി കൊണ്ടാണ്. അല്ല, നിന്റെ ബലം അസ്തമിക്കുന്ന സമയത്ത്, നിന്റെ സകല കാര്യങ്ങളും അസ്തമിക്കുന്ന ഇടത്ത് കർത്താവ് പ്രവർത്തിക്കും. ആമേൻ. ഞാൻ ഇത് പറയുമ്പോൾ തന്നെ ചിലരുടെ ലൈഫിൽ നിന്ന് കീമോതെറാപ്പികളൊക്കെ ക്യാൻസൽ ആവുകയാണ്. ക്യാൻസൽ ആവുക. ചില ക്യാൻസറുകൾ ഇപ്പോ സൗഖ്യമാവുകയാണ്. ഹുഡബ ശാന്തല വൈഡബ രഗക്ഷര ലേമന ധുരഗ ലഗടക ജുനിഘടകധന വൈഡബ ലഗടക ജനംതല ഘടക ഷിയാന്തൽ ഘടകജനാദികൾ ഖന. ഹല്ലേലൂയ, ആമേൻ. സ്ത്രീയെ, എന്റെ നാഴിക വന്നിട്ടില്ല. അതായത് ഭൂമിയിൽ സമയം കഴിഞ്ഞു കാണും, പക്ഷെ സ്വർഗത്തിലെ സമയം തുടങ്ങാൻ പോകുന്നേ ഉള്ളൂ. ഞാൻ ഇന്ന് ഈ സഭയോട് ആത്മാവിൽ പ്രവചിക്കുകയാണ്. ഭൂമിയിൽ സമയം തീർന്നുപോയെന്ന് നീ പറഞ്ഞിരിക്കും, എല്ലാം തീർന്നെന്ന് പറഞ്ഞിരിക്കും, എല്ലാം അവസാനിച്ചെന്ന് പറഞ്ഞിരിക്കും, എല്ലാം ലേറ്റ് ആയെന്ന് പറഞ്ഞിരിക്കും, എല്ലാം ഡിലേ ആയെന്ന് പറഞ്ഞിരിക്കും. എന്നാൽ നിന്റെ ടൈം അവൻ അവസാനിച്ചെന്ന് പറഞ്ഞെടുത്ത് ദൈവത്തിന്റെ ടൈം, ആ കൈറോസ് ടൈം നിന്റെ മേൽ തുറക്കുകയാണ്. എന്നോട് ആത്മാവ് പ്രവചിക്കാൻ പറയുന്നു, അടുത്ത 3 ദിവസങ്ങൾക്കകത്ത് ദൈവത്തിന്റെ സമയങ്ങൾ ചിലരുടെ മേൽ ആക്ടിവേറ്റ് ആകാൻ പോവുകയാണ്. ഓ യേശുവിന്റെ നാമത്തിൽ എൻ്റെ കർത്താവിന് ആർക്കും കൈകാര്യം ചെയ്യാൻ പറ്റാത്ത കാര്യങ്ങളെ കൈകാര്യം ചെയ്യാൻ പറ്റും. നീ എല്ലായിടത്തും ഓടിയും ചാടിയും നിന്റെ വിഷയങ്ങൾക്ക് പരിഹാരം കണ്ടെത്തുവാൻ നീ ശ്രമിച്ചിട്ടുണ്ട്. പക്ഷെ ഇതുവരെ നിനക്ക് ഒരു പരിഹാരം കണ്ടെത്താൻ കഴിഞ്ഞില്ലെങ്കിൽ നീ ദൈവത്തിന്റെ സന്നിധിയിൽ മുട്ടുകുത്ത്. ആത്മാവ് നിന്നോട് ഇടപെടുകയാണ്. സ്വർഗം നിനക്ക് വേണ്ടി ഇടപെടും. ഇനി അത് ശരിയാകത്തില്ല. ഞാൻ ഇന്ന് ആത്മാവിൽ പ്രവചിക്കുക, അങ്ങനെ നിങ്ങൾ പിടിക്കാൻ പറ്റുമെങ്കിൽ പിടിച്ചോണം. ഇനി ഈ വിഷയത്തിനകത്ത് ഒരു മാറ്റം ഉണ്ടാകത്തില്ല എന്ന് പറയുന്ന വിഷയങ്ങൾക്കകത്ത് ദൈവത്തിന്റെ സമയം ഓപ്പണാകാൻ പോവുകയാണ്. നിന്റെ ജീവിതത്തിനകത്ത്, നിന്റെ കുടുംബത്തിനകത്ത്, നിന്റെ തലമുറയ്ക്കകത്ത്, നിന്റെ ഭാര്യയ്ക്കകത്ത്, നിന്റെ ഭർത്താവിനകത്ത്, നിന്റെ സാമ്പത്തിക മേഖലകൾക്കകത്ത്, നിന്റെ ശുശ്രൂഷകൾക്കകത്ത്, നിന്റെ കടബാധ്യതകൾക്കകത്ത്, നിന്റെ രോഗത്തിനകത്ത് ഇനി ഒരു മാറ്റമില്ല എന്ന് പറയുന്ന
ഹല്ലേലൂയ. ആമേൻ. ഇന്ന് എൻ്റെ കർത്താവ് അങ്ങനെ ചില ഡീലിങ്ങുകൾ ചെയ്യാൻ പോവുകയാണ്. എനിക്ക് ആത്മാവിൽ ഭയങ്കര ഞാൻ സെൻസ് ചെയ്യുന്നുണ്ട്. എനിക്ക് ആത്മാവിൽ തിരിച്ചറിയാൻ കഴിയുന്നുണ്ട്. ആമേൻ. അങ്ങനെ കഴിഞ്ഞു പോയി. ഇനി ഇതിനകത്തൊരു മറുപടിയില്ല. ഇനി ഇതിനകത്തൊരു ചലനമില്ല. ഇനി ഇതിനകത്തൊരു മാറ്റം ഉണ്ടാകത്തില്ല. ഇനി ഇതിനകത്തൊരു മൂവിങ് ഉണ്ടാകത്തില്ല. ഇനി ഇതിനകത്തൊരു സാധ്യത വെളിപ്പെടാനില്ല. ഇനി ഇതിനകത്ത് ആരും സഹായിക്കാനില്ല. ഇനി ആർക്കും ഇതിനകത്തൊന്നും ചെയ്യാൻ പറ്റത്തില്ല എന്ന് പറയുന്ന ചില വിഷയങ്ങൾക്കകത്ത് ദൈവത്തിന്റെ കരമിറങ്ങാൻ പോവുകയാണ്. ഓ ശാലമാന ജൂരാമാന ഉടവരഘടക ഷിയന്തൽ ഖമനഗദലഘടകദല. യെസ് യെസ്, ദൈവിക ടൈം ഓപ്പൺ ആവുകയാണ്. കൈറോസ് ടൈം. നിനക്ക് വേണ്ടി പ്രവർത്തിക്കുന്ന, നീ പറഞ്ഞതിനോട് ദൈവത്തിന്റെ മറുപടികളെ കൈമാറുന്ന ഒരു കൈറോസ് ടൈം ഇന്ന് പകലിൽ ദൈവാത്മാവ് ചിലരുടെ മേൽ ആക്ടിവേറ്റ് ആക്കുകയാണ്. ഓ ശാരരരരര അന്തരാരഗദരഗണഗദര അന്തർഖമനഘടകതന തലഘടകതന. സാഹചര്യങ്ങൾ ഒറ്റയടിക്ക് തിരിയപ്പെടുന്നു. അസാധ്യങ്ങൾ ഒറ്റയടിക്ക് സാധ്യതകളിലേക്ക് തിരിയപ്പെടുന്നു. യെസ് യെസ് യെസ്. രേമാധാന മനാദ 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 മനാദ. ഓ രേ ഖേ രേ 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 രേ. പലപ്പോഴും ചോദിച്ചില്ലേ, കർത്താവേ എന്തുകൊണ്ടാ എൻ്റെ ജീവിതത്തിൽ ഇത്രയും വൈകിപ്പിക്കലുകൾ? ഇത്രയും ഞാൻ പ്രാർത്ഥിച്ചിട്ട്, ഇത്രയും ദൈവസന്നിധിയിൽ വിശ്വസ്തമായി നിന്നിട്ട് എന്തേ എൻ്റെ കുടുംബത്തിനകത്ത് ഈ മാറ്റമുണ്ടാകാത്തെ? എൻ്റെ ഫിനാൻസിലൊരു മാറ്റമുണ്ടാകാത്തെ? എൻ്റെ വിഷയങ്ങൾക്കകത്തൊരു മാറ്റമുണ്ടാകാത്തെ? ദൈവാത്മാവ് പ്രവചിക്കുകയാണ്, നിനക്കു വേണ്ടി ഒരു 4ാമത്തെ ദിവസം ഓപ്പൺ ആവുകയാണ്. നിനക്കു വേണ്ടി ഒരു 4ാമത്തെ ദിവസം ഓപ്പൺ ആവുകയാണ്. അവിടെ അസ്തമിച്ച ജീർണിച്ച ചില ശരീരങ്ങളെ, ആമേൻ, അതിനെ നിർജീവ അവസ്ഥകൾക്കകത്ത് നിന്ന്, ജീർണിക്കപ്പെടലുകളിൽ നിന്ന്, ആമേൻ, മർത്യതകൾക്കകത്തു നിന്ന് അമർത്യതയിലേക്ക് കയറ്റുന്ന വൈഡബലഘടകതന അന്തരാജരഘടക ഷിയന്തര. യെസ് യെസ് യെസ്. എല്ലാ അസാധ്യതകൾ മാറുകയാണ്. എല്ലാ സാധ്യതകൾ മാറുകയാണ്. ഈ അന്തരീക്ഷത്തിൽ നിങ്ങൾക്ക് എഴുന്നേറ്റ് നിന്ന് അതിനെ പിടിക്കാൻ കഴിയുമെങ്കിൽ പിടിച്ചോളാം. നിങ്ങൾക്ക് വേണ്ടി അങ്ങനെയുള്ള ഒരു ഡിവൈൻ ടൈം എനിക്കറിയത്തില്ല. ഓ, ഡിവൈൻ ടൈം ഓപ്പൺ ആവുകയാണ്. ഡിവൈൻ ടൈം ഓപ്പൺ ആവുകയാണ്. ഒരു ഡിവൈൻ ടൈം ഓപ്പൺ ആവുകയാണ്. ഒരു ഡിവൈൻ ടൈം. യെസ്, ഐ റിസീവ്. ഒന്ന് കരങ്ങളെ ഉയർത്തിപ്പിടിച്ച് പറ, ഞാൻ ആ സമയത്ത് സ്വീകരിക്കുകയാണ്. ഓ, വാഗ്ദത്തങ്ങൾക്ക് ജീവൻ വെക്കാൻ പോകുന്നു. വാഗ്ദത്തങ്ങൾക്ക് ജീവൻ വെക്കാൻ പോകുന്നു. നിന്നോട് പറഞ്ഞ പ്രവചന ശബ്ദങ്ങൾക്ക് ജീവൻ വെക്കാൻ പോകുന്നു. ഒന്നും അവസാനിച്ചിട്ടില്ല, തുടങ്ങാൻ പോകുന്നതേ ഉള്ളൂ. രേമ 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 രേമ.
സമയം സ്റ്റാർട്ട് ചെയ്യുക. കർത്താവിന്റെ സമയം വെളിപ്പെടാൻ പോവുകയാ. കർത്താവിന്റെ ടൈം വെളിപ്പെടാൻ പോവുകയാ. ഇതുവരെ നിന്റെ മേൽ ആക്ടിവേറ്റ് ആയ ദുസ്സമയങ്ങൾ അടയപ്പെടുകയാണ്. നിന്റെ മേൽ ആക്ടിവേറ്റ് ആയി കിടന്ന ദുർകാലങ്ങൾ അടയപ്പെടുകയാണ്. ആത്മാവനോട് പ്രവചിക്കാൻ പറയുന്നു, നീ ഇപ്പോൾ നീ ആയിരിക്കുന്ന ഇടത്ത് യേശുവേ എന്നൊന്ന് വിളിക്കാൻ തയ്യാറായാൽ നിന്റെ ലൈവിനകത്ത് ദൈവത്തിന്റെ ടൈം ഓപ്പൺ ആവുകയാണ്. യേശുവേ 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 ഇനി ആ വിഷയത്തിനകത്ത് ഇനി ഒരു സാധ്യത ഇല്ല എന്ന് പറയുന്ന ചില മേഖലകൾക്കകത്ത് യേശുവേ നീ ഇവിടെ ഉണ്ടായിരുന്നെങ്കിൽ നിലവിളിച്ചോ, നിലവിളിച്ചോ. ഓ മാർത്തമാര് നിലവിളിച്ചോ, മറിയമാർ നിലവിളിച്ചോ. കർത്താവിന്റെ വായിൽ നിന്ന് അടുത്ത വചനം വരികയാണ്. പുനരുത്ഥാനത്തെ നീ വിശ്വസിക്കുന്നോ? അന്ത്യകാലത്ത് സംഭവിക്കുമെന്ന് ഞാൻ വിശ്വസിക്കുന്നു. ഇല്ല 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 ഇല്ല, അത് ഇപ്പോൾ സംഭവിക്കാൻ പോവുകയാണ്. കാരണം ഞാൻ തന്നെ പുനരുത്ഥാനവും ജീവനും. നിന്റെ ലൈഫിനകത്ത് ജീവനാ വെളിപ്പെടുന്നത് കേട്ടോ. നീ തകരത്തില്ല, നീ ഉടയത്തില്ല മകളെ, നീ തകരത്തില്ല, നീ ഉടയത്തില്ല. നിന്റെ ജീവിതത്തിനകത്ത് ദൈവത്തിന്റെ സാന്നിധ്യം ഇന്ന് ആക്ടിവേറ്റ് ആവുകയാ. ഓ നിന്നെ ചേർത്ത് പിടിക്കാൻ ആരുമില്ലെന്ന് പറയുന്നില്ലേ? ഇന്നു മുതൽ അപ്പൻ ചേർത്ത് പിടിക്കാൻ പോവുകയാ. അപ്പാ ഇതെന്റെ എമർജൻസി ഘട്ടമാണ്. എനിക്ക് ഇനി ഒരു സാധ്യതയില്ല. ഇനി എന്നെ സപ്പോർട്ട് ചെയ്യാൻ ആരുമില്ല, എന്നെ സഹായിക്കാൻ ആരുമില്ല. ഇനി എൻ്റെ ജീവിതത്തിൽ ഒരു മാറ്റം ഉണ്ടാകുമോ എന്ന് എനിക്കറിയത്തില്ല. അങ്ങനെയുള്ള ഒരു സിറ്റുവേഷനകത്ത് ദൈവത്തിന്റെ സമയം നിനക്ക് വേണ്ടി ആക്ടിവേറ്റ് ആവുകയാണ്. ഓ നിന്റെ മേൽ ജീവൻ ആക്ടിവേറ്റ് ആവുകയാണ്. നിന്റെ മേൽ പുനരുത്ഥാനം ആക്ടിവേറ്റ് ആവുകയാണ്. ഓ യെസ് യെസ്. 38 വർഷം കൊണ്ട് സമയം പോയി കിടക്കുന്ന ബെഥസ്തയിലെ ആ പക്ഷപാതക്കാരനെ സ്വർഗം തൊടുകയാണ്. എന്നോട് ദൈവാത്മാവ് ഓൺലൈനിൽ കണ്ടുകൊണ്ടിരിക്കുന്നവരോട് പ്രവചിക്കാൻ പറയുന്നു, മാരേജുമായി ബന്ധപ്പെട്ട് ഏകദേശം 40 വയസ്സിനധികം മുകളിൽ നിൽക്കുന്ന ഒരു വ്യക്തിയുമായി ബന്ധപ്പെട്ട്, ഒരു പുരുഷനുമായി ബന്ധപ്പെട്ട് നിന്റെ ലൈഫിനകത്ത് ആ മേഖലയിൽ ഒരു സെറ്റിൽമെന്റ് ഉണ്ടാകാൻ പോവുകയാണ്. ഓ സാധ്യതകൾ അസ്തമിച്ചല്ലേ, എല്ലാം അവസാനിച്ചല്ലേ. ഇനി ഭൂമിയിൽ യാതൊരു കാര്യങ്ങളും നിനക്കൊന്നും ഇല്ല അല്ലേ. ഇനി എന്തോ ചെയ്യുമെന്ന് നീ വിചാരിച്ചോണ്ടിരിക്കുകയല്ലേ. എന്നാൽ ഇന്ന് നിനക്ക് വേണ്ടി ദൈവത്തിന്റെ ടൈം ആക്ടിവേറ്റ് ആവുകയാണ്. ദൈവത്തിന്റെ ടൈം. ചില ഏകാന്തതകൾ അവസാനിക്കട്ടെ യേശുവിന്റെ നാമത്തിൽ. ആ കുടുംബത്തെ റെസ്റ്റോർ ചെയ്യുക. നിങ്ങൾക്ക് പ്രവചിക്കാൻ പറ്റുന്ന രീതിയിൽ പ്രവചിച്ച് റെസ്റ്റോർ ചെയ്യുക. നിങ്ങളുടെ മേലുള്ള അധികാരത്തിൽ നിന്ന് റെസ്റ്റോർ ചെയ്യുക.
Yes. Oh, Rika Baba Baba. Yes. Yes, yes, yes. Oh, Riyanthara Banagadagada. Lamarthana, Lamarthana, Lamarthana. Yes, 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 yes. Rima Katara Baba Baba. Abba Yeshua. Yeshua. Lamaragasiyantere. Lanthoro Boshiyantere. Oh, Riyanthar Kabaragadagadagadagada. Riganagadagadagadagada. ചില ഉയർത്തെഴുന്നേൽപ്പുകൾ സംഭവിക്കട്ടെ. പുനരുത്ഥാനവും ജീവനും ആകുന്നവന് ഇന്ന് നിന്റെ സീസണെ തിരിക്കുക, നിന്റെ ടൈമിനെ തിരിക്കുകയാ. ഇന്ന് നിന്റെ മേൽ ദൈവിക ടൈമിനെ ആക്ടിവേറ്റ് ചെയ്യുക. ഓ Churarariantere. Oh, Doriante. Yes. Le mama. Yes, yes, yes. Time activate ആകട്ടെ. ഈ സമയം തന്നെ ചിലരുടെ മേൽ ടൈം ആക്ടിവേറ്റ് ആകട്ടെ. നിന്റെ മേലെല്ലാം അവസാനിച്ചു എന്ന് പറഞ്ഞ മേഖല, അവിടെ എൻ്റെ കർത്താവ് പ്രവർത്തിച്ചു തുടങ്ങും. നിനക്ക് വേണ്ടി പ്രവർത്തിക്കാൻ ദൈവത്തിൻ്റെ ടൈം ആക്ടിവേറ്റ് ആവുകയാണ്. ഓ, നീ ആയിരിക്കുന്ന ഇടങ്ങളിൽ ഒന്ന് നിലവിളിക്കാൻ നിയോഗമുണ്ടെങ്കിൽ നിലവിളിച്ചോ. യേശുവേ എന്നത് നിലവിളിച്ചോ. യേശുവേ, ദാവീദ് പുത്ര ലബഹസിയാന്തര. Oriandera baragada. Yes. Le mama. Yandoro roshiata. In the mighty name of Jesus. Yes, നിന്റെ മേൽ ദൈവത്തിന്റെ ടൈം ആക്ടിവേറ്റ് ആവുകയാണ്. ദൈവത്തിന്റെ ടൈം, കർത്താവിൻ്റെ നാഴിക. ഒന്ന് കരങ്ങൾ ഉയർത്തി പറ, ഇന്ന് മുതൽ ഞാൻ ആ കർത്താവിൻ്റെ നാഴികയെ സ്വീകരിക്കുകയാണ്. കർത്താവിൻ്റെ നാഴിക ഇപ്പോൾ മുതൽ ഈ ജനത്തിൻ്റെ മേൽ ആക്ടിവേറ്റ് ആകട്ടെ. അത് അത്ഭുതങ്ങളാലും അടയാളങ്ങളാലും വീര്യപ്രവൃത്തികളാലും കർത്താവിൻ്റെ നാഴിക ഞങ്ങളിൽ മാനിഫെസ്റ്റ് ആകട്ടെ. ജനത്തിൻ്റെ മേൽ മാനിഫെസ്റ്റ് ആകട്ടെ. നാഴിക ആക്ടിവേറ്റ് ആകട്ടെ. യേശുവേ, ഈ സമയം നിങ്ങളായിരിക്കുന്ന നിങ്ങളുടെ വിഷയങ്ങളെ ദൈവസന്നിധിയിൽ വെക്കണം. നിങ്ങൾ ഏത് വിഷയത്തിന് വേണ്ടി നിങ്ങൾ ആഴമായി പ്രാർത്ഥിച്ചു കൊണ്ടിരിക്കുന്നു, ആ വിഷയത്തിനെ ദൈവസന്നിധിയിൽ വയ്ക്കുക. ഇപ്പോൾ തന്നെ ദൈവപുത്രനോട് പറയുക, യേശുവിനോട് പറയുക, യേശുവേ, എൻ്റെ കലത്തിലെ മാവ് കുറഞ്ഞു, ഭരണിയിലെ എണ്ണ പറ്റു, ഞാൻ കടബാധിതനാണ്. പറ, എൻ്റെ തലമുറയുടെ വിഷയം ഇങ്ങനെയാണ്, എൻ്റെ കുടുംബം ഇങ്ങനെയാണ്, എൻ്റെ ജീവിതം ഇങ്ങനെയാണ്, എൻ്റെ ജീവിതത്തിൽ എനിക്ക് യാതൊരു വിധത്തിലും മുന്നേറാൻ കഴിയാത്ത സിറ്റുവേഷനാണ്. നിങ്ങളുടെ വിഷയങ്ങളെ നിങ്ങൾ തന്നെ ദൈവസന്നിധി ഇപ്പോൾ വെച്ച് ഓൺലൈനിൽ ഞങ്ങളെ കണ്ടുകൊണ്ടിരിക്കുന്നവരും നിങ്ങളായിരിക്കുന്ന ഇടങ്ങളിൽ ഇപ്പോൾ വയ്ക്കുക. യേശുവേ, അങ്ങയുടെ നാഴിക ഞങ്ങളുടെ മേൽ ഓപ്പൺ ആക്കാൻ പറ. യേശുവേ, തിരിയപ്പെടട്ടെ,
തിരിയപ്പെടട്ടെ. ദൈവത്തിൻ്റെ നാഴിക നിന്റെ മേൽ തുറന്നാൽ, ദൈവത്തിൻ്റെ ടൈം നിന്റെ മേൽ ആക്ടിവേറ്റ് ആയ, ലോകത്തിൻ്റെ ടൈമും പൈശാചിക ടൈമും മനുഷ്യൻ പ്ലാൻ ചെയ്ത ടൈമുകളും അത് ഡീആക്ടിവേറ്റ് ആകും. ഓ, മൂന്നാം നാൾ അവൻ ഉയർത്തെഴുന്നേൽക്കരുത്. അതിന് വലിയ കല്ലുരുട്ടി വയ്ക്കുകയാണ്. മൂന്നാം നാൾ അവൻ ഉയർത്തെഴുന്നേൽക്കരുത്, സീല് പതിപ്പിക്കുകയാണ്. മൂന്നാം നാൾ അവൻ ഉയർത്തെഴുന്നേൽക്കരുത്, കല്ലറയ്ക്ക് ചുറ്റും പടയാളികളെ അണിനിരത്തുകയാണ്. യെസ്, ഇനി ആരൊക്കെ നിനക്കെതിരെ നിന്നാലും, എത്ര വലിയ ഒരു കല്ല് നിന്റെ മുമ്പിൽ ഉരുട്ടി വെച്ചാലും, എത്ര വലിയ സീല് നിന്റെ മേൽ നിനക്കെതിരെ പതിപ്പിച്ചാലും, അജണ്ടകൾ ഒരുക്കിയാലും, ആത്മാവ് പ്രവചിക്കുകയാണ്, നിനക്ക് വേണ്ടി മൂന്നാം നാൾ ദൈവത്തിൻ്റെ ടൈം ആക്ടിവേറ്റ് ആകും. ഇന്ന് തുടങ്ങി അടുത്ത 3 ദിവസങ്ങൾക്കകത്ത്, 4 ദിവസങ്ങൾക്കകത്ത്, 21 ദിവസങ്ങൾക്കകത്ത്, 30 ദിവസങ്ങൾക്കകത്ത്, ചില 3 മാസങ്ങൾ, ഇത്രയും ടൈമുകൾ ആത്മാവിനോട് പ്രവചിക്കാൻ പറയുക. 3 ദിവസം, 4 ദിവസം, 21 ദിവസം, അടുത്ത 3 മാസങ്ങൾ, 30 ദിവസം, ഇതിനകത്ത് ചിലരുടെ മേൽ ദൈവത്തിൻ്റെ ടൈം ആക്ടിവേറ്റ് ആകും. നീ ഇന്ന് അഭിമുഖീകരിക്കുന്ന എന്തു വലിയ പ്രശ്നമാണെങ്കിലും ആ ടൈമിനകത്ത് അത് മാറിപ്പോകും. ആ ടൈമിനകത്ത് നിന്റെ മുമ്പിൽ ഉരുട്ടി വെച്ചിരിക്കുന്ന ഏതു വലിയ സീലുകളും പൊളിയും, ഏതു വലിയ കല്ലുകളും ഉരുണ്ടു മാറും. യെസ്, നിനക്കെതിരെ അണിനിരത്തിയിരിക്കുന്ന പടയാളികൾ മറിഞ്ഞു വീണിരിക്കും. കാരണം ദൈവത്തിൻ്റെ ടൈമിൽ ഇറങ്ങി വരുന്നത് ഉയരത്തിലെ ശക്തിയാണ്. അത് പിതാവിൻ്റെ മഹിമയാണ്, അത് ദൈവത്തിൻ്റെ തേജസ്സാണ്, അത് ദൈവത്തിൻ്റെ ശക്തിയാണ്, അത് അളവറ്റ ശക്തിയാണ്. അവിടെ നിന്ന് ഇറങ്ങി വരുന്നത് പ്രധാന ദൂതന്മാരാണ്. യെസ്, അധികാരമുള്ള യേശുവിൻ്റെ നാമത്തിൽ. യെസ്, 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 യെസ്. ഒന്ന് കരങ്ങളെ ഉയർത്തിയൊന്ന് പിടിച്ചേ. 2 കരങ്ങളെ ഉയർത്തിയൊന്ന് പിടിക്കാൻ കഴിയുന്നവരെല്ലാം ഉയർത്തിപ്പിടിച്ചേ. കുഞ്ഞുങ്ങളെല്ലാം കരങ്ങളെ ഉയർത്തിപ്പിടിച്ചേ. അധികാരമുള്ള യേശുവിൻ്റെ നാമത്തിൽ കർത്താവേ, ആ ദൈവത്തിൻ്റെ നാഴിക, കർത്താവിൻ്റെ നാഴിക, ഞങ്ങൾക്ക് വേണ്ടി പ്രവർത്തിക്കുന്ന വെളിച്ചത്തിൻ്റെ നാഴിക, ഞങ്ങളതിനെ സ്വീകരിക്കുകയാണ്. ഞങ്ങളുടെ ലൈഫിലേക്ക് ആ മഹത്വത്തിൻ്റെ നാഴികയെ സ്വീകരിക്കുകയാണ്. ആ പുനരുത്ഥാനത്തിൻ്റെയും ജീവൻ്റെയും നാഴികയെ ഞങ്ങൾ സ്വീകരിപ്പിക്കുകയാണ്. ആ ഉയർത്തെഴുന്നേൽപ്പിൻ്റെ നാഴികയെ ഞങ്ങൾ സ്വീകരിക്കുകയാണ്. ദൂതന്മാർ, ദൈവത്തിൻ്റെ ശ്രേഷ്ഠ ദൂതന്മാർ ഇറങ്ങുകയും കയറുകയും ചെയ്യുന്ന നാഴികയെ ഞങ്ങൾ സ്വീകരിക്കുകയാണ്. ഇന്നു മുതൽ അത് ഞങ്ങളുടെ മേൽ ആക്ടിവേറ്റ് ആകട്ടെ. യെസ്, യെസ്. 6-ാം മാസത്തിൽ ദൈവത്തിൻ്റെ ദൂതൻ വന്നിട്ട് പറഞ്ഞു, പരിശുദ്ധാത്മാവിനാലും അത്യുന്നതന്റെ ശക്തിയാലും നിന്റെ ഉള്ളിൽ ഒരു വിശുദ്ധ പ്രജ ജനിക്കും. യെസ്, ഈ മാസത്തിൽ തന്നെ, ദൈവം പറഞ്ഞ ഈ മാസത്തിൽ തന്നെ, ഈ സമയത്തിൽ തന്നെ, ഈ ആഴ്ചയിൽ തന്നെ നിന്റെ ജീവിതത്തിൽ അത് സംഭവിക്കാൻ പോകുകയാണ്. യെസ്, ഫയർ. അതൊരു മനുഷ്യന് തടയാൻ പറ്റത്തില്ല, ഒരു പിശാചിനും തടയാൻ പറ്റത്തില്ല. ബിക്കോസ് അത് ദൈവത്തിൻ്റെ പദ്ധതിയാണ്, അത് ദൈവത്തിൻ്റെ ടൈമാണ്. യേശുവിൻ്റെ നാമത്തിൽ, യേശുവിൻ്റെ നാമത്തിൽ ഇപ്പോൾ പ്രാപിച്ചെടുക്കാൻ നിയോഗമുള്ളവർ പ്രാപിച്ചെടുത്തോണം. നിങ്ങളുടെ ജീവിതത്തിനകത്ത് ഇത് അത്ഭുതത്തിൻ്റെ ഒരു ടൈമാണ്.
പ്രാർത്ഥിച്ചോണം. ഓ, നിങ്ങളുടെ ജീവിതത്തിനകത്ത് അത്ഭുതം നടക്കാൻ പോകുകയാണ്. ആ ദൈവപ്രവൃത്തി സംഭവിക്കാൻ പോകുകയാണ്. യെസ് ലോർഡ്. സംഭവിക്കുക. രാജകൽപ്പനയെ മാറ്റാൻ ദൈവത്തിൻ്റെ ടൈമിന് കഴിയുമെങ്കിൽ, രാജാവ് പതിപ്പിച്ച മുദ്രകളെ പൊട്ടിക്കാൻ ദൈവത്തിൻ്റെ ടൈമിന് കഴിയുമെങ്കിൽ, അണിനിരത്തിയിരിക്കുന്ന ഒരു ആർമിയെ മറിച്ചു കളയുവാൻ ദൈവത്തിൻ്റെ ടൈമിന് കഴിയുമെങ്കിൽ, വലിയ കല്ലുകളെ ഉരുട്ടി മാറ്റുവാൻ ദൈവത്തിന് കഴിയുമെങ്കിൽ, മരിച്ച ശരീരത്തിനകത്തേക്ക് ദൈവത്തിൻ്റെ ടൈമിൽ ആ ദൈവജീവനെ ഇറക്കി ആ മരിച്ച വ്യക്തിയെ ഉയർപ്പിക്കാൻ ദൈവത്തിൻ്റെ ടൈമിന് കഴിയുമെങ്കിൽ, ഇന്ന് നിന്റെ ജീവിതത്തിൽ ഇനി എന്തു വലിയ അസാധ്യതകളാണെങ്കിലും ദൈവത്തിൻ്റെ ടൈം നിന്റെ മേൽ ആക്ടിവേറ്റ് ആകട്ടെ യേശുവിൻ്റെ നാമത്തിൽ. അതിന് നിന്റെ ലൈഫിനെ തിരിക്കാൻ പറ്റും, നിന്റെ ജീവിതത്തിനെ തിരിക്കാൻ പറ്റും. വെട്ടുക്കിളിയും പച്ചപ്പുഴുവും തുള്ളനുമൊക്കെ തിന്നുകളഞ്ഞു ടൈമിനെ, അല്ലേ? പിശാച് തിന്നുകളഞ്ഞല്ലേ ടൈമിനെ? കാലങ്ങൾ, വർഷങ്ങൾ, ആണ്ടുകൾ നിന്റെ ടൈമിനെ തിന്നുകളഞ്ഞല്ലേ? എന്നാൽ നിനക്ക് വേണ്ടി ദൈവത്തിൻ്റെ ഒരു സംവത്സരം, ദൈവത്തിൻ്റെ ഒരു സമയം, നിന്നെ എല്ലാ മേഖലയിലും റെസ്റ്റോർ ചെയ്യുന്ന ദൈവത്തിൻ്റെ ടൈം ഇപ്പോൾ ആക്ടിവേറ്റ് ആവുകയാണ്. പിതാവിൻ്റെയും പുത്രൻ്റെയും പരിശുദ്ധാത്മാവിൻ്റെയും നാമത്തിൽ ഞങ്ങൾ ആ ടൈമിനെ സ്വീകരിക്കുന്നു. കൈറോസ് ടൈമിനെ ഞങ്ങൾ സ്വീകരിക്കുന്നു. സ്വീകരിക്കുകയാണ്. യെസ്, സഭയുടെ മേൽ കൈറോസ് ടൈം ആക്ടിവേറ്റ് ആകട്ടെ. ദൈവജനത്തിൻ്റെ മേൽ കൈറോസ് ടൈം ആക്ടിവേറ്റ് ആകട്ടെ. അഭിഷക്തരായ ഞങ്ങളുടെ മേൽ ആ കൈറോസ് ടൈം ആക്ടിവേറ്റ് ആകട്ടെ. ഞങ്ങളുടെ കുഞ്ഞുങ്ങളിൽ മേൽ ആ കൈറോസ് ടൈം ആക്ടിവേറ്റ് ആകട്ടെ. വ്യക്തി ജീവിതങ്ങളിൽ മേൽ കൈറോസ് ടൈം ആക്ടിവേറ്റ് ആകട്ടെ. ഓൾറെഡി ഞങ്ങൾ കണ്ടുകൊണ്ടിരിക്കുന്നവരിൽ ആ കൈറോസ് ടൈം ആക്ടിവേറ്റ് ആകട്ടെ. ഡോക്ടർമാരെഴുതിയ പേപ്പറുകൾ കീറപ്പെടുകയാണ്. യെസ്, ന്യൂ സീസൺ, ന്യൂ ടൈം. ഭൂമി മുഴുവൻ ക്ഷാമത്തിലാണെങ്കിലും ഇസഹാക്കേ, നിന്റെ മേൽ ദൈവത്തിൻ്റെ ടൈം ആക്ടിവേറ്റ് ആയ, അബ്രഹാമിൻ്റെ കാലത്തുണ്ടായ, പിതാക്കന്മാരുടെ കാലത്തുണ്ടായ അതേ ക്ഷാമം നീ നേരിട്ടാലും ആ ക്ഷാമകാലത്ത് നീ വിതച്ചോ, 100 മേനി നീ കൊയ്യും. ചിലരുടെ സീസണുകൾ മാറുക, ടൈമുകൾ മാറുക. രാത്രി മുഴുവൻ അധ്വാനിച്ചിട്ടും ഒന്നും കിട്ടിയില്ല, അല്ലേ? അടുത്ത പകലിൽ നീ വലിയ 153 മീനുകളെ പിടിക്കുന്ന കർത്താവിൻ്റെ ടൈം. യെസ്, അതിനെ സ്വീകരിക്കുകയാണ്.
താങ്ക് യു ഫാദർ. താങ്ക് യു ജീസസ്. നസ്രയനായ യേശു ക്രിസ്തുവിന് അധികാരമുള്ള നാമത്തിൽ സഭയുടെ മേൽ, ഇവിടെ ആയിരിക്കുന്ന ഓരോ വ്യക്തികളുടെ മേൽ, തലമുറകളുടെ മേൽ, അവരുടെ കുടുംബങ്ങളിൽ മേൽ, അഭിഷക്തനും അഭിഷക്തൻ എന്ന നിലയിൽ, അഭിഷക്ത എന്ന നിലയിൽ ഞങ്ങളുടെ മേൽ, ഞങ്ങളുടെ തലമുറയിൽ മേൽ, ഓൺലൈനിൽ ഞങ്ങളെ കണ്ടുകൊണ്ടിരിക്കുന്നവരുടെയും കുടുംബങ്ങളിൽ മേൽ മനുഷ്യൻ പറഞ്ഞു വച്ച, പിശാചു പറഞ്ഞു വച്ച എല്ലാ ടൈമുകൾ ഇപ്പോൾ ഡീആക്ടിവേറ്റ് ആകട്ടെ. ഇപ്പോൾ തന്നെ ദൈവത്തിൻ്റെ ടൈം ആക്ടിവേറ്റ് ആകട്ടെ. ദൈവത്തിൻ്റെ ടൈം ആക്ടിവേറ്റ് ആകട്ടെ. രാജ്യത്തിൻ്റെ മേൽ സീസൺ ചേഞ്ച് ആവുകയാണ്. പെട്ടെന്നെന്തോ ഭയങ്കര തിരിവുകൾ സംഭവിക്കുന്ന ആത്മാവിനോട് പ്രവചിക്കാൻ പറയുകയാണ്. രാജ്യത്തിൻ്റെ മേൽ ഒരു സീസൺ തിരിയപ്പെടുകയാണ്. സീസൺ തിരിയപ്പെടുകയാണ്. ഒരു ചക്രം തിരിക്കുന്നത് പോലെ തിരിയപ്പെടുകയാണ്. ഒറ്റയടിക്കാൻ തിരിയപ്പെടുക, പെട്ടെന്ന് തിരിയുക. തിരിയപ്പെടുക. പെട്ടെന്ന് തിരിവുകൾ സംഭവിക്കുന്നു. പെട്ടെന്ന് ചില മാറ്റങ്ങൾ. തിരിയപ്പെടുക. രാത്രി കൊണ്ട് ആ രാജ്യം തിരിയപ്പെട്ടതുപോലെ എന്തോ അങ്ങനെ ഒരു തിരിവുകൾ സംഭവിക്കാൻ പോവുകയാണ്. ഓ ശരമനസേ, യെസ് ലോർഡ്, ഞങ്ങൾ ഒരുമിച്ച് പ്രാർത്ഥിക്കുന്നു. സ്വർഗീയ പിതാവേ, ഞങ്ങളെ തന്നെ ദൈവകരങ്ങളിൽ ഏൽപ്പിക്കുകയാണ്. ഞങ്ങൾ അസാധ്യതകളുടെ നടുവിലാണ്. ഞങ്ങളുടെ മുമ്പിൽ യാതൊരു സാധ്യതയുമില്ല. ബട്ട് ഞങ്ങളുടെ മേലൊരു ടൈം ആക്ടിവേറ്റ് ആകുന്നു. അതോടുകൂടെ എല്ലാ അസാധ്യതകളുടെ സീസണുകൾ മാറിപ്പോകുന്നതിനായി സ്തോത്രം. ഞങ്ങൾ ഒരുമിച്ച് പ്രാർത്ഥിക്കുന്നു. കടന്നു വന്ന അങ്ങയുടെ ജനത്തെ അനുഗ്രഹിക്കണം. ഇവിടെ ആയിരിക്കുന്ന ഓരോ വ്യക്തികളെ അനുഗ്രഹിക്കണം. ഓൺലൈനിൽ ഞങ്ങളെ വാച്ച് ചെയ്യുന്നവരെ അനുഗ്രഹിക്കണം. കുടുംബങ്ങളെ അനുഗ്രഹിക്കണം. തലമുറകളെ അനുഗ്രഹിക്കണം. ഞങ്ങളെയും കുടുംബമായി തലമുറയായി ഞങ്ങളെ ഏൽപ്പിക്കുകയാണ്. ഞങ്ങളെയും ബ്ലസ് ചെയ്യണം. ഒരുമിച്ച് പ്രാർത്ഥിക്കുന്നു. പ്രാർത്ഥന കേട്ടതിനായ സ്തോത്രം. നസ്രയനായ യേശു ക്രിസ്തുവിൻ അധികാരമുള്ള നാമത്തിൽ തന്നെ ആമേൻ, ആമേൻ, ആമേൻ. കരങ്ങളെ ആമേൻ. സ്തോത്രം. ദൈവം നമ്മെ ഏവരെയും അനുഗ്രഹിക്കട്ടെ. ഈ സമയം നമ്മൾ ദൈവരാജ്യത്തിലേക്ക് വിതയ്ക്കുവാൻ വേണ്ടി പോവുകയാണ്. നിങ്ങളുടെ അകത്ത് പരിശുദ്ധാത്മാവ് നിയോഗിക്കുന്നതിനനുസരിച്ച് ദൈവരാജ്യത്തിലേക്ക് നിങ്ങൾക്ക് വിതയ്ക്കുവാൻ കഴിയും. ഓൺലൈനിൽ ഞങ്ങളെ വാച്ച് ചെയ്യുന്നുകൊണ്ടിരിക്കുന്നവർ, നിങ്ങൾക്ക് നിങ്ങളുടെ ഓഫറിങ്ങുകൾ അയക്കാൻ കഴിയുന്നതാണ്. അതിനുവേണ്ടി നിങ്ങൾക്ക് വീഡിയോയിൽ നിങ്ങൾ കാണുമ്പോൾ തന്നെ അതിനകത്ത് അതിനുള്ള ക്രമീകരണങ്ങൾ ഒരുക്കിയിട്ടുണ്ട്.
നിങ്ങൾക്കത് ചെയ്യാൻ കഴിയുന്നതാണ്. ഒരു നിമിഷം ഞാൻ പ്രാർത്ഥിക്കുകയാണ്. സ്വർഗീയ പിതാവേ, ഞങ്ങൾ ഒരുമിച്ച് അങ്ങയുടെ സന്നിധി വരും. ദൈവരാജ്യത്തിലേക്ക് കർത്താവെ അങ്ങയുടെ മക്കൾ നീട്ടുന്ന ഈ വിത്തുകൾക്കായി സ്തോത്രം. അത് നല്ല നിലമാകുന്ന ദൈവരാജ്യത്തിലേക്കാണല്ലോ വിതയ്ക്കുന്നത്. അത് 30, 60, 100 മേനിയായി വിളഞ്ഞു വരുന്നതിനായി സ്തോത്രം ചെയ്യുന്നു. ഞങ്ങൾ ഓരോരുത്തരെയും ബ്ലസ് ചെയ്ത് പ്രാർത്ഥിക്കുന്നു, അനുഗ്രഹിച്ച് പ്രാർത്ഥിക്കുന്നു. പിതാവിൻ്റെയും പുത്രൻ്റെയും പരിശുദ്ധാത്മാവിൻ്റെ നാമത്തിൽ അനുഗ്രഹിക്കുന്നു. അവർ അനുഗ്രഹമാകട്ടെ. ഇന്ന് അവരുടെ സമ്പത്തിന്മേൽ ദൈവത്തിൻ്റെ ഒരു ടൈം ആക്ടിവേറ്റ് ആകട്ടെ. ഞങ്ങൾ ഒരുമിച്ച് പ്രാർത്ഥിക്കുന്നു. പ്രാർത്ഥന കേട്ടതിനായി സ്തോത്രം. നസ്രേനായ യേശു ക്രിസ്തുവിന് അധികാരമുള്ള നാമത്തിൽ തന്നെ ആമേൻ. ദൈവം നമ്മെ ഏവരെയും അനുഗ്രഹിക്കട്ടെ. നാളെ നമ്മുടെ ഫാസ്റ്റിംഗ് പ്രയർ കണ്ടിന്യൂ ചെയ്യപ്പെടുന്നതാകണം. നിങ്ങളെല്ലാവരും ആ മീറ്റിങ്ങിനകത്തേക്ക് അറ്റൻഡ് ചെയ്യുക. കടന്നു വരുവാൻ കഴിയുന്ന എല്ലാവരും ആ മീറ്റിങ്ങിൽ എന്ത് ചെയ്യണം? അറ്റൻഡ് ചെയ്യുക. ദൈവം നമ്മെ ധാരാളമായി അനുഗ്രഹിക്കട്ടെ. ഓൺലൈനിൽ ഞങ്ങളെ കണ്ടുകൊണ്ടിരിക്കുന്നവരെ ബ്ലസ് ചെയ്യുന്നു. നിങ്ങൾക്ക് ദൈവത്തിൻ്റെ വലിയ കൃപയും സമാധാനം എന്നിവിടെ വെളിപ്പെട്ട അതേ ദൈവ സാന്നിധ്യം നിങ്ങളുടെ ഭവനങ്ങളിൽ മേലും ആ ദൈവിക ടൈം നിങ്ങളുടെ മേലും ആക്ടിവേറ്റ് ആകട്ടെ. നാളെയും നിങ്ങൾ ഈ മീറ്റിങ്ങിൽ തുടരുക. ദൈവം ധാരാളമായി അനുഗ്രഹിക്കട്ടെ. ആമേൻ. ഗോഡ് ബ്ലസ് യു.